ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബാക്ക് പാനൽ USB വർക്ക് ചെയ്യണില്ല. അതിനായിട്ട് ഓൺലൈനിൽ വരുത്തിച്ച 4 പോർട്ട് USB ആണിത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട് USB വർക്ക് ആവുന്നുണ്ട്, ബാക്ക് USB വർക്ക് ആവണില്ല. അപ്പോൾ അതിനായിട്ട് ഒരു 4 USB ഉള്ള കേബിളാണ് ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ആക്ച്വൽ MRP എന്ന് പറഞ്ഞത് 1999 റുപ്യയാണ്. നമുക്ക് 435 രൂപക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം, ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇതിൽ 2 വയറുണ്ടാവും മദർ ബോർഡിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് വെക്കാനായിട്ട് നമുക്ക് ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന 2 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. ഇനി അടുത്തത് അഴിച്ചെടുക്കുക. ഈ 2 സ്ക്രൂ അഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ക്യാബിനറ്റ് ബാക്കിലേക്ക് പുള്ള് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഈ കാണുന്ന കണക്ടർ ഫ്രണ്ട് പാനലിലേക്കുള്ളതാണ്. അത് നമുക്ക് അഴിച്ചെടുക്കണം. ഈ വയറ് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത ശേഷം മുകളിലേക്ക് പുള്ള് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് കഴിയും. ഇതാണ് ആ കണക്ടർ. മദർ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഫ്രണ്ട് പാനൽ USB 1, ഫ്രണ്ട് പാനൽ USB 2. ഈ 2 കണക്ടറുകളാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം ബാക്കിൽ ഇതുപോലത്തെ 1-2 സ്ക്രൂകൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് അഴിച്ചെടുക്കണം. ഇനി USB പോർട്ടിൻ്റെ താഴ്ഭാഗം ക്യാബിനറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചെടുക്കുക. ഇത് ഇറക്കി വെച്ച ശേഷം ബാക്കിലൊന്ന് ചെക്ക് ചെയ്യുക, സ്ക്രൂ ഒക്കെ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് USB പോർട്ടിൻ്റെ ആ 2 കേബിൾ ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ പിന്നിൻ്റെ ഒരു പോയിൻ്റ് വിട്ടിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ക്യാബിനറ്റിൻ്റെ ഡോറ് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് കേബിളുകളൊക്കെ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് പവർ കേബിള് ഫിറ്റ് ചെയ്തു. ഇനി VGA കേബിള് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. താഴെയും മേലൊക്കെ സ്ക്രൂ മുറുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്ത USB പോർട്ടിൽ മൗസ് കണക്ട് ചെയ്ത് കൊടുക്കുക. കീബോർഡും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓഡിയോ കേബിൾ കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം ഒന്ന് ഓണാക്കി ചെക്ക് ചെയ്യാം. മൗസിൻ്റെ ആരോ ഒക്കെ വർക്കിംഗ് ആണ്. കീബോർഡും വർക്കിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.